السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തരികയാണ്, യഅതി അശ്ശൈത്വാനു അഹദക്കും, ശൈത്താൻ നിങ്ങൾ ഓരോരുത്തരുടെയും അരികിൽ വരുന്നതാണ്. ഫയഖൂലു, എന്നിട്ട് അവൻ പറയും, മൻ ഖലഖ കദ വ കദ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഹത്താ യഖൂല ലഹു മൻ ഖലഖ റബ്ബക്, എന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവൻ അവസാനം ചോദിക്കും, ആരാണ് നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ബലഗ ദാലിക ഫൽയസ്തഇദ് ബില്ലാഹി വൽയൻതഹി, അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൽയസ്തഇദ് ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ശരണം ചോദിച്ചു കൊള്ളുക. അതുപോലെ തന്നെ വൽയൻതഹി, അവൻ ആ വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്തോട്ടെ, വിരമിച്ചു കൊള്ളുകയും ചെയ്തു കൊള്ളട്ടെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞില്ല? പ്രത്യേകം അത് ചിന്തിച്ചിട്ട് കണ്ടെത്തേണ്ടതാണ്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് തെളിവന്വേഷിക്കേണ്ടതാണ് എന്നൊന്നും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. മറിച്ച് അവൻ എന്ത് ചെയ്തോളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശരണം ചോദിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ അവൻ അതിൽ നിന്നും വിരമിച്ചു കൊള്ളുകയും ചെയ്യട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ഈ ലോകത്തെ എന്തെങ്കിലും ഒരു പദാർത്ഥം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിനേക്കാളും അതീതനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ എങ്ങനെയാണ് നമ്മൾ ഇവിടെയുള്ള വസ്തുക്കൾ വെച്ചുകൊണ്ട് തെളിവ് പിടിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തുക? അപ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ അതിൽ നിന്ന് വിരമിച്ചു കൊള്ളട്ടെ, അവനക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹം സമാനമായ ആശയം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അദ്ദേഹം തീബി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നമാ അമറ ബിൽ ഇസ്തിആലതി വൽ ഇശ്തിഗാലി ബി അംരിൻ ആഖർ വലം യഅ്മുർ ബിത്തഅമ്മുലി വൽ ഇഹ്തിജാജി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൽപ്പിച്ചത് എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ അള്ളാഹുവിനോട് ശരണം ചോദിക്കണം, അതുപോലെ തന്നെ മറ്റൊരു കാര്യവുമായി എന്ത് ചെയ്യണം, ശുഗലിലാവണം. ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യരുത്, ശുഗലിലാകരുത്. വലം യഅ്മുറു ബിത്തഅമ്മുലി വൽ ഇഹ്തിജാജി, അതിനെക്കുറിച്ച് കൂടുതൽ ഉറ്റാലോചിക്കാൻ വേണ്ടി എന്ത് ചെയ്തില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കൽപ്പിച്ചില്ല. അതുപോലെ തന്നെ വൽ ഇഹ്തിജാജി, തെളിവന്വേഷിച്ച് പിറകെ പോകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചില്ല എന്നൊക്കെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ വളരെ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് അധികമായി പഠിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യാന്നുള്ളത് മാത്രമേ അതിനൊക്കെ ഒരു പരിഹാരമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഇസ്തിഖാമത്തോടെ നിലനിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.